ഗൈസ്, ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന അമ്മയെ നോക്കി ഞാൻ പറഞ്ഞു, അമ്മ പൊതിച്ചോറുണ്ടാക്കിയാലോ? ആദ്യം ഒന്ന് സംശയിച്ചു, കാരണം വാഴയില കിട്ടാനില്ല. പക്ഷെ അമ്മ നിരുത്സാഹപ്പെടുത്തിയില്ല. വാഴയില തപ്പി പിടിച്ചു കൊണ്ടുവന്ന് പൊതിച്ചോറ് കെട്ടിത്തന്നു. അപ്പം നമ്മുടെ പൊതിച്ചോറിലെ മെയിൻ സാധനങ്ങൾ ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നല്ല ചൂട് ചോറിട്ടു, അച്ചാർ നല്ല അടിപൊളി മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ, അത് വെച്ചു. പിന്നെ ചമ്മന്തി വെച്ചു. പിന്നെ നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വെച്ചു. പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതുപോലെ ചീരയും കൂടെ മിക്സ് ചെയ്ത് ഒരു ഉപ്പേരി, അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് ഉള്ളിക്കറി ഉണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചതും കൊണ്ടാട്ടം മുളകും വെച്ച് അമ്മ അതങ്ങ് അടച്ച് പൊതിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് പത്രം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ കലണ്ടറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഞാനത് തുറന്നു നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ വാഴയില തുറക്കുമ്പോൾ എന്ത് മണമായിരുന്നു അറിയോ? എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല ചൂട് ചോറും ചമ്മന്തിയും അതുപോലെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും അച്ചാറും മുട്ട പൊരിച്ചതും പിന്നെ ഉപ്പേരി എടുക്കാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ മറന്നുപോയി. അല്ല, അടുത്ത വിളിക്കാം. അങ്ങനെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉപ്പേരിയും അച്ചാറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും പിന്നെ കൊണ്ടാട്ടം മുളകും എല്ലാം കൂട്ടി കഴിച്ചായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.